ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ടെമ്പിൾ ഷൂട്ടാണ് കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസം ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. സ്കേർട്ട് ആൻഡ് ടോപ്പ്, ഏട്ടൻ ഷർട്ടും മുണ്ടും, ഏച്ചൂട്ടൻ ഒരു കുർത്ത ടൈപ്പും, പിന്നെ വാണിയുണ്ട്, കാറിൽ വാണിയുണ്ട്, ബീനാൻഡിയൊക്കെ ഉണ്ട്. നമ്മുടെ ഫാമിലി മൊത്തമായിട്ടാണ് കേട്ടോ പോകുന്നത്. കാരണം എൻ്റെ കല്യാണ ടൈമിൽ ആർക്കും അമ്പലത്തിലേക്കൊന്നും വരാൻ പറ്റിയില്ല. എൻ്റെ കല്യാണം കൊറോണ ടൈമിലാണ് ഉണ്ടായത്. അപ്പോൾ ഫാമിലി മൊത്തമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇച്ചൂട്ടൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടല്ലോ, ഒരു കുർത്ത ടൈപ്പാണ്, റെഡ് ആൻഡ് വൈറ്റ് കോംബോ കുർത്തിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബാനം ടെമ്പിളിലേക്കാണ് പോകുന്നത്. ബാനം വിഷ്ണുമൂർത്തി, പൊന്നമ്പറമ്പത്ത് വിഷ്ണുമൂർത്തി അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട്, ഫാമിലി മൊത്തമായിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഫാമിലിയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമത് നടക്കുന്ന എൻ്റെ ഏട്ടൻ്റെ കല്യാണമാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവർക്കും വരാനൊക്കെ പറ്റി, അമ്പലത്തിലേക്ക് വരാൻ പറ്റി, കല്യാണത്തിന് കൂടാൻ പറ്റി. എൻ്റെ കല്യാണത്തിന് ആകെ 50 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ കല്യാണത്തിന് എല്ലാവർക്കും കൂടാൻ പറ്റി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടെമ്പിൾ ഷൂട്ട് വിശേഷം. അപ്പോൾ മൊത്തമായിട്ട് കാണാം. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഔട്ട്ഫിറ്റ്. ഒരു ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ഡ്രസ്സൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാനം ശ്രീ പൊന്നമ്പറമ്പത്ത് വിഷ്ണുമൂർത്തി ദേവസ്ഥാനം. ഇവിടെ വർഷത്തിൽ എല്ലാ ഫെബ്രുവരിയിലുമാണ് ഇവിടെ തെയ്യം ഉണ്ടാവാറുള്ളത്. വിഷ്ണുമൂർത്തി, ചാമുണ്ടി, കുളികൻ, പിന്നെ ഒരു ഫേമസ് തെയ്യമുണ്ട് അഗ്നിഭൈരവൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ തെയ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബാനം നാട്ടിലെ പ്രിയപ്പെട്ട അമ്പലം ആയതുകൊണ്ട് തന്നെ എല്ലാവരും കല്യാണത്തിൻ്റെ ടൈമിലൊക്കെ ഈ അമ്പലത്തിലേക്കാണ് തൊഴാനൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളും ഏപ്രിൽ 3 ഈവനിങ്ങിലാണ് കേട്ടോ അമ്പലത്തിലേക്ക് വന്ന്. അപ്പോൾ രഞ്ജിത്തേട്ടൻ ഓരോരോ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ എല്ലാവരും മുണ്ടൊക്കെ പൊക്കി പിടിച്ചിട്ടുള്ള ഷൂട്ടൊക്കെയാണ് എടുക്കുന്നത്. തക്ക സമയത്തിൽ ഞാനും വീഡിയോ എടുത്തു. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നതൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു. അങ്ങനെ ബോയ്സിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഉണ്ടായത് നമ്മുടേതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളും അതുപോലെ ചെയ്തു. അങ്ങനെ ഏകദേശം ഒരു 5:30-6 മണിക്കുള്ളിൽ നമ്മുടെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇവിടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നീട് വന്നത് നമ്മുടെ 3 പേരുടെയും റീലെടുക്കാനുള്ള പെടാപ്പാടായിരുന്നു, എൻ്റെയും ചിക്കുൻ്റെയും കുക്കുൻ്റെയും. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഡാൻസ് പ്രാക്ടീസ് ആയിരുന്നു. ഇത് നമ്മുടെ പെട്ടെന്ന് പഠിച്ചെടുത്ത ഒരു ഡാൻസായിരുന്നു. അമ്പലത്തിൽ നിന്ന് നമ്മൾ പഠിച്ച ഡാൻസായിരുന്നു കേട്ടോ. അങ്ങനെ വേഗം ഒന്ന് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് വീഡിയോ എടുത്തു. ഞാനിത് ഇൻസ്റ്റഗ്രാമിലും ഇതിനു മുമ്പ് യൂട്യൂബ് ഷോർട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഡാൻസ്. അപ്പോൾ 2-3 ടേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ആ സമയത്ത് പഠിച്ചതാണല്ലോ. അപ്പോൾ ഈ പാട്ട് വരുന്നത് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് ഞാൻ മ്യൂട്ടാക്കിയത്. നാലമ്പല നടയിൽ നീരാടിയാടാം, ആ ഒരു സോങ്ങാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ റീലൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തെ ടേക്ക്. അങ്ങനെ അവസാനത്തെ ടേക്കിൽ അടിപൊളിയായിട്ട് നമ്മൾ 3 പേരും ഈ റീൽ എടുത്തു കേട്ടോ. നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ പോകുന്ന വഴിയിൽ അബി ഒരു റീലും കൂടി എടുത്തു തന്നു. അതോടുകൂടി നമ്മുടെ റീലും കാര്യങ്ങളൊക്കെ അവസാനിച്ച് വീട്ടിലേക്ക് എത്തി കേട്ടോ. വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഏകദേശം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് പോകുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ലാസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചു. കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമല്ലോ. അങ്ങനെ
ഇനിയിപ്പോൾ രാത്രിയിൽ വരുന്നത് ഹെൽത്തി പ്രോഗ്രാമാണ്. ഹെൽത്തി പ്രോഗ്രാമിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതാണ്. അങ്ങനെ ഈ ഒരു ഡാൻസ് ഉണ്ടല്ലോ നമ്മൾ ആ ഒരു ദിവസം പഠിച്ചതാണ്. ജസ്റ്റ് ഒന്ന് ഹെൽത്തി പ്രോഗ്രാമിന് എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ജസ്റ്റ് ഒരു 3 മിനിറ്റ് ഡാൻസ് നമുക്ക് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് തട്ടിക്കൂട്ടി പഠിച്ച ഡാൻസാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഡാൻസ് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് പഠിച്ചത് എന്നൊക്കെ. ഒരു വീഡിയോ യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ നോക്കി പഠിച്ചതാണ്. അപ്പോൾ ഇതിനൊക്കെ കോപ്പിറൈറ്റ് വരും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഞാനും കുക്കും ചിക്കും മിങ്കും വാണിയും കൂടിയിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ ഹൽദി പ്രോഗ്രാമിൻ്റെ വീഡിയോ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. നമ്മളെല്ലാവരും ഇനിയിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ ടെമ്പിൾ ഷൂട്ട് വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു ഡാൻസ് ഒരു 3 മിനിറ്റ് ഡാൻസാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം, ഹെൽത്തി വീഡിയോ ആയിട്ട് വരാം. ഹെൽത്തി വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ. Yeah.